May our Lord's name be glorified and exalted this evening. ഇന്ന് വൈകുന്നേരം വലിയവനായ ദൈവത്തിൻ്റെ നാമം ഏറ്റവും ഉയർത്തപ്പെടുവാനും മഹത്വപ്പെടുവാനും ഇടയാകുമാറാകട്ടെ. Yesterday evening we were looking at Acts chapter 6, 7 and 8. ഇന്നലെ വൈകുന്നേരം നാം അപ്പോസ്തല പ്രവൃത്തി 6, 7, 8 അധ്യായങ്ങളിൽ നിന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. Our focus was on a character by name Philip the evangelist. സുവിശേഷകനായ ഫിലിപ്പോസിനെ കുറിച്ചാണ് നാം ഇന്നലെ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. Today I would invite you to join with me in looking at Acts chapter 9. ഇന്ന് വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. Acts chapter 9 is a very important chapter in the history of the early church. ആദിമ സഭയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. And here we read about the conversion of Saul. ശൗലിന്റെ മാനസാന്തരമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. Saul was someone who was dead against the church. ദൈവസഭയ്ക്ക് വളരെ എതിരായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ ശൗല്. In fact, no, chapter 9 starts with the description about how much Saul was opposing the children of God. ദൈവജനത്തിന് എന്തുമാത്രം ഉപദ്രവവും പ്രതികൂലവുമായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു ശൗൽ എന്നുള്ളത് 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Then Saul, still breathing threats and murder against the disciples of the Lord. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. And then the later part of the chapter we see how the Lord in a very supernatural way, in a very miraculous way, touched this man and made him his own. എന്നാൽ ഈ അധ്യായം തുറന്ന് വായിക്കുമ്പോൾ എങ്ങനെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ഈ വ്യക്തിയെ സന്ദർശിക്കുകയും തന്നെ കർത്താവിനായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. So during the encounter between the risen Lord and Saul, we see Saul asking the Lord a couple of questions. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ശൗല് അഭിമുഖീകരിച്ച സന്ദർഭത്തില് ശൗല് കർത്താവിനോട് ചോദിക്കുന്ന 1-2 ചോദ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. The first question was, who are you, Lord? നീ ആരാകുന്നു കർത്താവേ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. And for that question the Lord gave him a direct answer. ആ ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി കർത്താവ് അവന് നൽകി. Chapter 9 verse 5. 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, I am Jesus whom you are persecuting. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. And this answer was followed by another question by Saul. ഈ ഉത്തരത്തിന് മറ്റൊരു ചോദ്യം ശൗലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. What should I do, Lord? ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? Now when we think about this question, what should I do, Lord? ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്നുള്ള ഈ ചോദ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ I don't think that Paul was asking the Lord what I should do right now. താൻ ഇപ്പോൾ ഉടനെ എന്ത് ചെയ്യണം എന്നുള്ളതല്ല ശൗല് ചോദിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. Maybe the question was about, Lord, now I understand the route that I'm taking is wrong. Now I want to turn around. What should I do now? ശൗലിന് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി, താൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റായ മാർഗമാണെന്നുള്ളതും താൻ തിരിഞ്ഞ് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരണം. ദൈവമേ, ഞാൻ ഇനി എങ്ങനെ ഏത് വഴി മുന്നോട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരിക്കണം ശൗല് കർത്താവിനോട് ചോദിച്ചത്. To the second question, the Lord did not directly answer Saul. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ചോദ്യത്തിന് നേരിട്ടുള്ള ഒരു മറുപടി അല്ല കർത്താവ് ശൗലിന് നൽകിയത്. What should I do, Lord? That was the question. ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്നുള്ളതായിരുന്നു ചോദ്യം. And look at the answer, verse 6, the second part. 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നമുക്ക് അതിന്റെ മറുപടി കാണുന്നു. Then the Lord said to him, arise and go into the city, and you will be told what you must do. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. Now many a time now I have thought about this. Why didn't the Lord directly tell Saul what he had in his mind? കർത്താവിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്നുള്ളത് നേരിട്ടിട്ട് എന്തുകൊണ്ട് കർത്താവ് ശൗലിനെ ആ സമയത്ത് അറിയിച്ചില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. He could have done that.
കർത്താവിന് അങ്ങനെ പറയാമായിരുന്നു. He could have clearly told Saul whatever he had in his mind for his future. ഈ വ്യക്തിയെക്കുറിച്ച്, ശൗലിനെ കുറിച്ച് കർത്താവിന് മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ നേരിട്ട് വേണമെങ്കിൽ അവനോട് പറയാമായിരുന്നു. But instead of that, the Lord in his sovereignty decided to use another person to go and minister to Saul and tell him all that he had in his mind. എന്നാൽ വലിയനായ ദൈവം തന്റെ സർവജ്ഞാനത്തിലെ ഈ വ്യക്തിയോട് കടന്നുപോയി വ്യക്തമായിട്ട് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറയുവാനും ആ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആ കാര്യങ്ങൾ അവനെ അറിയിക്കുവാനായിട്ടും മറ്റൊരു വ്യക്തിയെ ദൈവം ആ രീതിയിൽ ഒരുക്കുകയായിരുന്നു. So this evening I want to talk about the man whom God chose in order to go and meet this Saul of Tarsus. ഈ തർസോസുകാരനായ ശൗലിനെ പോയി കണ്ട് കർത്താവിന്റെ ഹൃദയത്തിലുള്ള ആലോചന അവനെ അറിയിക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് വൈകുന്നേരം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. This morning during my study about David, I did mention there are more than 3,000 characters in the Bible. ഇന്ന് രാവിലെ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി, ബൈബിൾ ഉടനീളം നാം പരിശോധിക്കുമ്പോൾ 3000-ലധികം കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. About some characters we have so much written about them. ചില വ്യക്തികളെ കുറിച്ച് ഒരുപാട് വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. For instance, about David you need to study almost 66 chapters in the Old Testament. ദാവീദിനെ കുറിച്ച് പഠിക്കാനായിട്ട് പഴയ നിയമത്തിൽ 66 അധ്യായങ്ങളെങ്കിലും നാം പഠിക്കാനായിട്ട് ആവശ്യമുണ്ട്. And then there are also characters about which we don't know much, very small information, very cryptic information given about them. എന്നാൽ ചില വ്യക്തികളെ കുറിച്ച് വളരെ ചുരുക്കം വാക്യങ്ങൾ മാത്രമേ, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ അവരെ കുറിച്ച് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. And here is one such character about whom we don't read much. One chapter, one passage, that is all we know about Ananias. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ അധ്യായത്തിൽ നാം വായിക്കുന്ന അനന്യാസ് എന്ന് പറയുന്ന പുരുഷൻ. വളരെ ചുരുക്കം വാക്കുകളെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. Apart from Acts chapter 9, there is only one more reference in the same book which comes later. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന് പുറമെ ഇതേ പുസ്തകത്തിൽ തന്നെ മറ്റൊരു ഭാഗത്തു കൂടെ മാത്രമേ അനന്യാസിനെ കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. So this evening it is my prayer and desire that the Lord would minister to us as we think about this small character Ananias. അനന്യാസ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ കുറിച്ച് ഇന്ന് വൈകുന്നേരം നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. At the outset, let me remind a pattern by which God works in the world. ദൈവം എങ്ങനെ ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആരംഭത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Whenever the Lord wants to accomplish something in His kingdom, something in His church, He always seeks the help of His children. ദൈവത്തിന് ഈ ലോകത്തിലെ ദൈവസഭയിലെ അല്ലെങ്കിൽ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം എപ്പോഴും തന്റെ മക്കളിലൂടെയാണ് ദൈവം അത് സാധിപ്പിക്കുന്നത്. It is not because God cannot directly do things. ദൈവത്തിന് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ടല്ല. It is not because God cannot send His angels to do things. ദൈവത്തിന് തന്റെ ദൂതന്മാരെ അയച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ടല്ല. But God in His sovereignty has graciously arranged that sometimes He uses His children to accomplish whatever He has in His mind. എന്നാൽ വലിയവനായ ദൈവം തന്റെ പദ്ധതികൾ നിറവേറ്റുവാനായിട്ട് പലപ്പോഴും തന്റെ മക്കളിലൂടെയാണ് ദൈവം ആ കാര്യങ്ങൾ സാധിപ്പിക്കുന്നത്. In Ezekiel chapter 22 verse 30 we read like this. എസെക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. In order to stand in the gap, I was looking out for a man, but I did not find anyone. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ആ ഇടിവിൽ നിൽക്കുവാനായിട്ട് ഒരു മനുഷ്യനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരെയും കണ്ടില്ല എന്ന് നമ്മളോട് വായിക്കുന്നു. So we have a God in the Bible who always is searching out for His children who would join with Him and accomplish whatever He has planned and purposed here on this earth. ദൈവത്തിന്റെ തന്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട് ആളുകളെ, ദൈവത്തിന്റെ മക്കളെ ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. That's the story of the entire Bible. ഇതാണ് തിരുവെഴുത്തിലെ ഉടനീളം കാണുവാനായിട്ട് കഴിയുന്ന സത്യം. When the Lord wanted to create a nation for Himself, He started with one man. ദൈവത്തിന് തനിക്ക് വേണ്ടി ഒരു ജാതിയെ ഉണ്ടാക്കുവാനായിട്ട് ചിന്തിച്ചപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നാണ് ആരംഭിച്ചത്, Abraham. അബ്രഹാമിലൂടെ. When the Lord wanted to deliver His people out of Egypt
and take them to the promised land, again it was all about one man. ആ മിസ്രൈമിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിച്ച് വാഗ്ദത്തദേശത്തേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് ഒരു വ്യക്തിയിലൂടെയാണ് ദൈവം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയത്. മോശയിൽ കൂടെ. When eventually the Lord wanted to divide the land and give it to all the tribes, again the Lord was looking at one man, Joshua. വാഗ്ദത്തദേശം വിഭാഗിച്ച് അത് ഗോത്രമായിട്ട് എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് ദൈവം നോക്കിയപ്പോൾ ഒരു വ്യക്തിയിലൂടെ, യോശുവയിലൂടെയാണ് ദൈവം അത് സാധിപ്പിച്ചത്. And you see the same pattern continuing even into the New Testament. ഇതേ മാതൃക നമുക്ക് പുതിയ നിയമത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നു. The Lord searching out for people who will understand his heart, who will understand his will and offer themselves to work along with him. ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കി, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് തന്നോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. So this evening, even as we start our study about Ananias, we need to look at ourselves as people called to co-work with the Lord. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം നാം അനന്യാസിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപായിട്ട് കർത്താവിനോട് ചേർന്ന് സഹപ്രവർത്തകരായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നമ്മിലേക്ക് തന്നെ നാം നോക്കുവാനായിട്ട് ആവശ്യമുണ്ട്. In 1 Corinthians chapter 3, Paul writes, we are his co-workers, we are his co-laborers. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലെ പൗലോസ് തന്നെ കുറിച്ച് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മെ കുറിച്ച് അവിടെ പറയുന്നത്, നാം ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാർ. So what does it mean? എന്താണ് അതിന്റെ അർത്ഥം? Today in Thrissur, or today in the place where you belong to, your church, your neighborhood, if the Lord wants to accomplish something, he would always seek out to you and me and reveal his plans. ഈ ഭൂമിയിൽ, തൃശ്ശൂരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുവാനായിട്ട് ദൈവം നമ്മിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. Now in chapter 9, Ananias' story starts in verse 10. 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ് അനന്യാസിന്റെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. Now there was a certain disciple at Damascus named Ananias. അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. That is all we know about this man. അനന്യാസിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നത് ഇത് മാത്രമാണ്. He was a disciple of the Lord Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ശിഷ്യൻ. And then, as I already pointed out, in Acts chapter 22 verse 12, we have a very small description about this man again. അപ്പോസ്തല പ്രവൃത്തിയുടെ 22-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില് വീണ്ടും നമുക്ക് അനന്യാസിനെ കുറിച്ച് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. That is Paul recalling about his conversion experience later. അത് പൗലോസ് തന്റെ ആ മാനസാന്തര അനുഭവം പിന്നീട് അത് ഓർത്ത് സാക്ഷിക്കുന്ന ആ ഒരു സന്ദർഭമാണ്. And there too, all that Paul has to say about Ananias is just one thing. അവിടെ അനന്യാസിനെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു വാക്ക് 12-ാം വാക്യത്തിൽ 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Maybe you'll read that. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. Then a certain Ananias, a devout man according to the law, having a good testimony with all the Jews who dwelt there, came to me and he stood and said to me, and it goes like that. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരു ഒരുത്തൻ എന്റെ അടുക്കൽ വന്നു നിന്നു. Now it's very interesting. നമുക്ക് വളരെ രസകരമായി തോന്നുന്ന ഒരു ചിന്തയാണ്. Nothing is said about Ananias' background. അനന്യാസിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഒന്നും തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. To which family he belonged, we don't know. ഏത് കുടുംബത്തിൽ ഉള്ളവനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. Which clan he belonged, we don't know. ഏത് വംശത്തിൽ പെട്ടവനാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. Was he occupying an important position in the church or in society, we don't know. സഭയിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ എന്തെങ്കിലും ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. Nothing is known about his education or his lineage, nothing is mentioned. തന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ചോ അല്ലെങ്കിൽ തന്റെ വംശാവലിയെ കുറിച്ചോ ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. But one thing is very clearly mentioned here. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. He was a disciple of the Lord. അവൻ കർത്താവിന്റെ ഒരു ശിഷ്യനായിരുന്നു. Now in the Gospels as well as in the book of Acts, wherever you read the term disciple, it really meant somebody who had totally accepted the Messiah and yielded their lives to live according to his commandments. ശിഷ്യൻ എന്നുള്ള പദം സുവിശേഷങ്ങളിലോ അപ്പോസ്തല പ്രവൃത്തിയിലോ നാം വായിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി
അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയും തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു കാര്യമാണ് നാം ഓർക്കേണ്ടത്. Now Luke reminds us that this man who lived in Damascus was in fact a disciple of the Lord Jesus. ഇവിടെ ലൂക്കോസ് നമ്മെ ഓർപ്പിക്കുകയാണ് ഈ വ്യക്തി അനന്യാസ് ആ കർത്താവിന്റെ ഒരു ശിഷ്യനായിരുന്നു എന്നുള്ളത്. And a little more information is given. അല്പം കൂടെ അവിടെ വിശദീകരണം കൊടുത്തിരിക്കുകയാണ്. He was a person who was devoted to the law of the Lord. അവൻ ന്യായപ്രമാണത്തിൽ വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. He was not a casual disciple. ഒരു 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 സാധാരണ ശിഷ്യനല്ല. He was not a namesake disciple. പേരിന് മാത്രമുള്ള ഒരു ശിഷ്യനായിരുന്നില്ല. He was sincere to the word of the Lord. ആ ദൈവവചനത്തോട് വളരെ കൂറ് പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. And we also know he had good testimony among those people with whom he lived. ആ താൻ ജീവിക്കുന്ന സമൂഹത്തിലെ ആളുകളുടെ മധ്യത്തിൽ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു ഈ അനന്യാസ്. Now it's very interesting. This is all that the Lord looks in a person when he wants to use that person. ഒരു കാര്യം നാം പ്രത്യേകമായിട്ട് ഓർക്കണം. ഒരു വ്യക്തിയെ ഉപയോഗിക്കാനായിട്ട് ദൈവം നോക്കുമ്പോൾ ഇത് മാത്രമാണ് ദൈവം നോക്കുന്നത്. For the Lord this is all that matters. ദൈവത്തിന് ഇത് മാത്രമേ നോക്കുവാനായിട്ടുള്ളൂ. This person, does he truly love me? ഈ വ്യക്തി വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Does the person truly love the word that I have given to him? ദൈവവചനത്തെ വാസ്തവമായി സ്നേഹിക്കുന്നുണ്ടോ? Is he a sincere person who wants to live according to the word of the Lord? ദൈവവചന പ്രകാരം ജീവിക്കുവാനായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? What do people who live with him or her has to testify? തന്നോട് ചേർന്ന് ജീവിക്കുന്ന മറ്റു ആളുകൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് എന്താണ് പറയുവാനായിട്ടുള്ളത്? That is all what the Lord is looking for, a person to be used by him. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാനായിട്ട് ഒരു വ്യക്തിയെ ദൈവം നോക്കുന്നത് ഈ കാര്യങ്ങൾ മാത്രമാണ്. Now years ago when I was in college, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, now sometimes I used to pray, Lord please use me, Lord use me in your church, your kingdom, so on and so forth. കർത്താവെ എന്നെ അങ്ങേക്ക് വേണ്ടി ഉപയോഗിക്കണമേ, എൻ്റെ സ്ഥലം സഭയിൽ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. Then came a time in my life I realized I don't even have to pray like that. പിന്നീട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആവശ്യമില്ല എന്ന് എനിക്ക് ബോധ്യമായി. I don't have to beg the Lord to use me. കർത്താവ് എന്നെ ഉപയോഗിക്കാനായിട്ട് ഞാൻ കർത്താവിനോട് യാചിക്കുവാനായിട്ട് ആവശ്യമില്ല. I don't have to somehow plead with him so that he will give me some role in his kingdom. തന്റെ രാജ്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു പങ്ക് തരുവാനായിട്ട് ഞാൻ ദൈവത്തോട് യാചിക്കുവാനായിട്ട് ആവശ്യമില്ല. That is not how we read about the Lord in the Bible. അങ്ങനെയല്ല തിരുവെഴുത്തിൽ നാം വായിക്കുന്ന കർത്താവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. He is already searching out for people. കർത്താവ് ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He is already has a great desire to use his children. തന്റെ മക്കളെ തന്റെ പദ്ധതികൾ നിറവേറ്റുവാനായിട്ട് ഉപയോഗിക്കുവാൻ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And therefore I decided I will change my prayer. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, എന്റെ പ്രാർത്ഥനാ വാചകം ഞാനൊന്ന് മാറ്റാം. I am not going to ask him to use me. ഞാൻ കർത്താവിനോട് എന്നെ ഉപയോഗിക്കണമേ എന്നല്ല പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. Then I decided, Lord, make me somebody who could be used by you. നിന്നാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. I think that is the prayer that we all need to pray. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുവാൻ ആവശ്യമുള്ള പ്രാർത്ഥന അതാണ്. Lord, let me be usable in your hands. നിന്റെ കരങ്ങളിൽ ഞാൻ ഉപയോഗമുള്ളവനായി തീരുവാനായിട്ട്. Lord, let me live my life according to your word. നിന്റെ വചനപ്രകാരം ഞാൻ ജീവിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ കർത്താവേ. Whatever commandments you have revealed to me, help me to follow that, Lord. നിന്റെ വചനത്തിലൂടെ എനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അത് പ്രമാണിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. That is all is important for the Lord. ഇതാണ് കർത്താവ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നോക്കുന്നത്. I tell you, brothers and sisters, if you look at the history of people who have been used by God mightily, one thing is very clear. They are all ordinary people who were used by an extraordinary God. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ആളുകളുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവരൊക്കെ സാധാരണക്കാരായ ആളുകളായിരുന്നു. ഈ സാധാരണക്കാരായ വ്യക്തികളെ വലിയവനായ ദൈവം അവരെ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. Ordinary people, simple people. സാധാരണ ആളുകൾ. I am reminded of a character, a person who lived many years ago. ചില വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. Her name is Gladys Aylward.
ഗ്ലാഡിസ് ഐൽവാർഡ് എന്നാണ് ആ വനിതയുടെ പേര്. She came from a very poor family. വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന ഒരു വനിത. And she had not done her studies in good school. നല്ല സ്കൂളിലൊന്നും പഠിച്ചിട്ടുള്ള ഒരു സഹോദരി അല്ലായിരുന്നു. And this poor sister had to work as a maid in another person's house. മറ്റൊരു വീട്ടുജോലി ചെയ്തുകൊണ്ടാണ് ഈ സഹോദരി ജീവിച്ചിരുന്നത്. And she was a very small lady by stature, very small. She was low in height. ഉയരം കുറഞ്ഞ ഒരു സാധാരണ ഒരു പാവപ്പെട്ട സഹോദരിയായിരുന്നു. And then when she started reading the Bible, ആ സഹോദരി തിരുവെഴുത്ത് വായിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ she had a great desire to be a missionary. ഒരു മിഷണറി ആയിട്ട് കടന്നു പോകാനായിട്ട് വലിയ ആഗ്രഹം അവളുടെ ഹൃദയത്തിൽ ഉണ്ടായി. But then nobody would encourage her. എന്നാൽ അവളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. And many said, no, you are already in your late 30s. Now it is difficult for you to go to another country, learn another language and be in another culture. Literally impossible. ആരും അവളെ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അവളോട് പലരും പറഞ്ഞു, നിനക്ക് 30-ലധികം വയസ്സ് പ്രായമായി, ഇനി മറ്റൊരു രാജ്യത്ത് കടന്നുപോയി അവിടെയുള്ള ഭാഷ പഠിച്ച് അവിടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് അവളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. But this sister, whenever she read the Bible, the Lord was very clearly speaking to her to become a missionary. എന്നാൽ ഈ സഹോദരി തിരുവെഴുത്ത് വായിക്കുമ്പോഴൊക്കെയും ഒരു മിഷണറിയായി കടന്നു പോകാനായിട്ട് ദൈവം അവളോട് വ്യക്തമായിട്ട് തിരുവെഴുത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു. Not much education. ഒരുപാട് വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീ. Didn't have enough wealth. വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. But she started collecting the little money that she had from her work, little by little. Eventually, she decided she would go to fulfill God's desire for her life. എന്നാൽ തന്റെ ആ വീട്ടുജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് താൻ സ്വരൂപിച്ചിരുന്ന കുറച്ച് പണം അതെല്ലാം സ്വരൂപിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ തീരുമാനിച്ചു, ഞാൻ കർത്താവിന് വേണ്ടി ഞാൻ കടന്നു പോകും. With 2 suitcases, she traveled all the way from England across Siberia and then eventually landed up in China. ആ 2 സൂട്ട്കേസ് മാത്രമായിട്ട് അവൾ ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര ചെയ്ത് ചൈനയിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായി. She worked among a people group called Lisu people group. ലീസു എന്ന് പറയുന്ന ആ ജനങ്ങളുടെ മധ്യത്തിലാണ് ഈ സഹോദരി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. The Lord used this little woman to do amazing things there. ഈ ചെറിയ സഹോദരിയെ ആ സ്ഥലത്ത് കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിച്ചു. After serving there for many years, she moved to Tibet. അവിടെ ചില വർഷങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം ഈ സഹോദരി പിന്നീട് തിബറ്റിലേക്ക് കടന്നുപോയി. There also the Lord did amazing things through her. അവിടെയും കർത്താവ് ഇവളിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. One day she said, ഒരു ദിവസം ഈ സഹോദരി ഇങ്ങനെ പറഞ്ഞു, I don't know whether I was the first one to be called to work among the Lisu people. ലീസു ജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം ആദ്യമായിട്ട് വിളിച്ചത് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Maybe the Lord called somebody else. ഒരുപക്ഷേ കർത്താവ് വേറെ ആരെങ്കിലും വിളിച്ചു കാണും. Maybe a well-educated man. ഒരുപക്ഷേ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയെ കർത്താവ് വിളിച്ചു കാണും. I don't know why he didn't go. എന്തുകൊണ്ട് അദ്ദേഹം പോയില്ല എനിക്ക് അറിഞ്ഞുകൂടാ. Maybe it was another woman. I don't know why she didn't go. ഒരുപക്ഷേ മറ്റൊരു സഹോദരിയായിരിക്കാം, എന്തുകൊണ്ട് അവൾ പോയില്ല എനിക്ക് അറിഞ്ഞുകൂടാ. Eventually the Lord looked at me and asked me, Gladys, are you willing? I said, yes, Lord. That is all I know about my missionary story. ഒടുവിലായിട്ട് കർത്താവ് എന്നോട് ചോദിച്ചു, ഗ്ലാഡിസ്, നീ കടന്നു പോകാനായിട്ട് ഒരുക്കമാണോ? ഞാൻ പോകാമെന്ന് പറഞ്ഞ് അത് മാത്രമേ ഈ സഹോദരിക്ക് പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. This evening I want to challenge you, my dear brothers and sisters. ഇന്ന് വൈകുന്നേരം പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, it doesn't matter who we are, നാം ആരായിരിക്കുന്നു എന്നുള്ളതല്ല, what our backgrounds are, നമ്മുടെ പശ്ചാത്തലം എന്തായിരിക്കുന്നു എന്നുള്ളതല്ല, what our educational status is, നമ്മുടെ വിദ്യാഭ്യാസം എന്താണെന്നുള്ളതല്ല, whether we are well recognized by other people or not, all these things, they don't really matter to the Lord. മറ്റുള്ളവർ നമ്മെ എങ്ങനെ കരുതുന്നു എന്നുള്ളതൊന്നുമല്ല, ഇതൊന്നും കർത്താവിന്റെ മുമ്പാകെ ഒന്നുമല്ല. If you are willing to tell him, Lord, I am here, Lord, this is all I am, the Lord is willing to take you and use you for his glory. കർത്താവേ, ഞാൻ ഇതാ അങ്ങേക്കായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി നാം കർത്താവിന്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ കർത്താവിന് അത് മാത്രം മതി. Let's come to chapter 9 verse 10. 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Now there was a certain disciple at Damascus named Ananias, and to him the Lord said in a vision, Ananias, and he said, here I am, Lord. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവരെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു.
Now, do you still believe God can speak to you, calling you by your name? നമ്മുടെ പേര് വിളിച്ച് നമ്മളെ സംസാരിക്കാനായിട്ട് കർത്താവിന് സാധിക്കും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പലരും അങ്ങനെ വിശ്വസിക്കുന്ന പോലും ഇല്ല. Today, you know what? There are many people who don't even believe that God can directly speak to their hearts. നമ്മുടെ ഹൃദയത്തോട് നേരിട്ടിട്ട് കർത്താവിന് സംസാരിക്കുവാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. Even when they open the Bible, they don't really expect the Lord to speak to them in a very specific way. തിരുവെഴുത്ത് തുറക്കുമ്പോൾ ദൈവം വ്യക്തമായിട്ട് തങ്ങളോട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല. Or even when they come to church or a meeting like this, they don't really expect the Lord to speak to them, address to their hearts directly. തിരുവചനം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ സംബന്ധിക്കുമ്പോഴോ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നു എന്നുള്ള ചിന്ത പലപ്പോഴും പലർക്കും ഉണ്ടാകുന്നില്ല. As soon as Ananias said, "Here I am, Lord, I am willing to listen," the Lord began to speak to him. അടിയനിതാ എന്ന് അനന്യാസ് കർത്താവിനോട് പ്രതികരിച്ചപ്പോൾ കർത്താവ് അനന്യാസിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. Let me tell you, my dear brothers and sisters, പ്രിയ സഹോദരീസഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, unless and until we are willing to say, "Here I am, Lord," meaning, Lord, I am ready to listen to you, the Lord will not speak. അടിയനിതാ എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പാകെ നമ്മെ തന്നെ നാം സമർപ്പിക്കാത്തിടത്തോളം നമ്മളോട് സംസാരിക്കാനായിട്ട് കർത്താവിന് സാധിക്കില്ല. You know what is sometimes our problem? നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? We keep not telling the Lord all that is there in our mind and heart. നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കർത്താവിനോട് പറയും. All the things, whether it is physical need or spiritual need, we keep telling him all that we have in our mind. നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ആവശ്യങ്ങള്, ശാരീരികമായ ആവശ്യങ്ങൾ എല്ലാം നമ്മൾ കർത്താവിനോട് അറിയിക്കും. Nothing wrong with that. അതിൽ തെറ്റൊന്നുമില്ല. But have we spent time saying to the Lord, "Lord, I am going to be silent now. Can you speak to me?" എന്നാൽ കർത്താവെ, ഞാൻ ഇനി അല്പസമയം മൗനമായിട്ടിരിക്കാൻ പോവുകയാണ്, എന്നോട് സംസാരിക്കാൻ സാധിക്കുമോ? Lord, whatever you have in your mind, I am willing to listen. Can you speak up to me? കർത്താവെ, അങ്ങയുടെ ഹൃദയത്തിലുള്ള ആലോചന കേൾക്കുവാനായിട്ട് ഞാൻ ഒരുക്കമാണ്, എന്നോട് സംസാരിക്കാനായിട്ട് സാധിക്കുമോ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. Look at the clarity with which the Lord spoke to Ananias. എത്രയോ വ്യക്തമായിട്ടാണ് കർത്താവ് അനന്യാസിനോട് സംസാരിച്ചത് എന്നും കാണുവാനായിട്ട് സാധിക്കും. Not in vague terms. മനസ്സിലാക്കാത്ത ഭാഷയിലല്ല പറഞ്ഞത്. Not in general terms. പൊതുവായ രീതിയിലുമല്ല പറഞ്ഞത്. Very specific. വളരെ വ്യക്തമായിട്ട് കർത്താവ്. Look at verse 11. 11 വാക്യം നോക്കുക. Arise and go to the street called Straight. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. Dear brothers and sisters, look at the clarity and specific details the Lord shared with Ananias. അനന്യാസിനോട് കർത്താവ് പറഞ്ഞ വ്യക്തമായ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും പോകാനല്ല പറഞ്ഞത്. He didn't say no, go somewhere. He said no, go to this place, this house, meet with this particular man, and he even also explained to him what that person is doing at that time. വളരെ വ്യക്തമായിട്ട് കർത്താവ് അനന്യാസിനോട് പറയുകയാണ്, ഇന്ന തെരുവിൽ ചെന്ന്, ഇന്ന വീട്ടിൽ ചെന്ന്, ഇന്ന വ്യക്തിയെ കാണണം, അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കൂടെ കർത്താവ് അവനെ ഓർപ്പിക്കുകയാണ്. Now I want to say, if there is one thing that is so evident in the Bible is, we have a God who loves to speak to his children. തിരുവെഴുത്തിൽ നിന്ന് ഒരു കാര്യം വളരെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, തന്റെ മക്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന് God is so desiring that he wants to open his heart and share the things with his children. തന്റെ ഹൃദയത്തിലുള്ള ആ ചിന്തകള്, തന്റെ ഹൃദയത്തിലുള്ള ഹിതം തന്റെ മക്കളോട് അറിയിക്കുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. And even the Bible, if you look at, we read so many times, countless times, God speaking to Abraham, God speaking to Moses, God every day, with almost like that regular clarity. The Lord was speaking to them and guiding them day by day. നാം തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ ദൈവം ആളുകളോട് ദിനംപ്രതി വ്യക്തമായിട്ട് സംസാരിച്ചതായിട്ട് നമ്മൾ അബ്രഹാമിന്റെ ചരിത്രത്തില്, മോശയുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവം ഇപ്പൊ ഈ സംസാരിക്കുന്ന നിർത്തിയോ? Has the Lord stopped speaking to his children? ദൈവം ഇന്ന് തന്റെ മക്കളോട് സംസാരിക്കുന്ന നിർത്തിയോ? No.
ഇല്ല. Whoever is willing, the Lord continues to speak. ആ കർത്താവിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവരോട് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുക്കമുള്ളവരോട് കർത്താവ് എന്നും സംസാരിച്ചു. Whoever is willing to tell the Lord, here I am, Lord, I am willing to listen. Whatever you have in your mind, please share with me. The Lord will do that. ആ അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ എന്നുള്ള മനോഭാവത്തോടുകൂടി നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് തീർച്ചയായും തന്റെ ഹിതം നമ്മെ അറിയിക്കും. Now today morning I mentioned about a missionary who was a very prominent preacher in the Maraman convention. മാരാമൺ കൺവെൻഷനിലെ ഉള്ള ഒരു പ്രസംഗികനെ കുറിച്ച്, ഒരു സുവിശേഷകനെ കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ പറയുകയുണ്ടായി. Thomas Walker. തോമസ് വാക്കർ എന്ന് പറയുന്ന ദൈവദാസൻ. He was a CMS missionary, church missionary, society missionary who stayed in Tirunelveli. തിരുനെൽവേലിയിൽ താമസിച്ച് പ്രവർത്തിച്ചിരുന്ന CMS മിഷണറി ആയിരുന്നു തോമസ് വാക്കർ. He was a mighty man who was used in Travancore. ആ തിരുവിതാംകൂറിൽ കർത്താവിന് വേണ്ടി വളരെ ഉപയോഗപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. The first 15 or 16 years of Maraman convention, he was the main speaker who led many souls to the Lord's way. മാരാമൺ കൺവെൻഷന്റെ ആദ്യ വർഷങ്ങളിൽ കർത്താവിന് വേണ്ടി അനേകരെ നേടുവാനായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. And during my research, I happened to look at the diaries which this missionary wrote almost daily. എന്റെ പഠനത്തോടുള്ള ബന്ധത്തില് ഞാൻ ഈ തോമസ് വാക്കറിന്റെ ഡയറികൾ പരിശോധിക്കാനായിട്ട് ഇടയായി തീർന്നു. ഓരോ ദിവസവും അദ്ദേഹം എഴുതിയിട്ടുള്ള ഡയറികൾ അനേകമുണ്ട്. So it is like April 1st, this is what the Lord told me. April 2nd, this is what the Lord communicated to me. April 3rd, this is what the Lord said, and I followed it up almost with so much regularity. The Lord speaking to him, a lively relationship. ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ടിട്ട് ഇന്ന ദിവസം ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ അതിനെ ഇങ്ങനെ പ്രതികരിച്ചു എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് ആ ദൈവത്തോടുള്ള സംസാരങ്ങൾ ആ ഡയറിയിൽ അദ്ദേഹം എഴുതിയിരുന്നു. പക്ഷെ നമുക്കൊക്കെ പലപ്പോഴും പറയാനുള്ളത് 1956 കഥയും 1977 അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ. No, we only know certain times in our life, no, the Lord spoke this and that. But here is somebody like Ananias willing intentionally to hear the voice of God. ഇവിടെ വളരെ വ്യക്തമായിട്ട് മനഃപൂർവ്വമായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് തന്നെത്താൻ ഒരുക്കമുള്ള സമർപ്പണമുള്ള അനന്യാസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. And then when the Lord openly spoke to him, ദൈവം അവനോട് വ്യക്തമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, Ananias was taken aback. അനന്യാസ് അല്പം ഒന്ന് പിന്നോട്ട് മാറി. Now if you are using a good English Bible translation, ഒരു ഇംഗ്ലീഷ് ബൈബിൾ നാം പരിശോധിച്ചാൽ, in the conversation you will see sometimes the Lord saying something and Ananias taking aback. There is a mutual back and forth conversation. അനന്യാസും കർത്താവുമായിട്ടുള്ള സംസാരത്തില് കർത്താവ് ചില കാര്യങ്ങൾ പറയുമ്പോൾ അനന്യാസ് അല്പം ഒന്ന് പിന്നോട്ട് മാറുന്നു. അങ്ങനെ അവർ തമ്മിൽ അന്യോന്യം സംസാരിക്കുന്ന ആ ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. Now look at verse 13. 13ാമത്തെ വാക്യം നോക്കുക. Then Ananias answered, Lord, I have heard many about this man, how much harm he has done to your saints in Jerusalem. And here he has authority from chief priests to bind all who call on your name. കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. Ananias was willing to listen to the Lord. അനന്യാസ് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഒരുക്കമുള്ളവനായിരുന്നു. But not so willing to accept what the Lord wanted him to do. എന്നാൽ കർത്താവ് തന്നെക്കുറിച്ച് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അത് അനുസരിക്കുവാനായിട്ട് അനന്യാസ് He had some fears. തനിക്ക് ചില ഭയമുണ്ടായിരുന്നു. He had some anxieties. അതിനെക്കുറിച്ചുള്ള ആകുല ചിന്തയുണ്ടായിരുന്നു. He had some apprehensions. അതിനെക്കുറിച്ചുള്ള ഭയമുണ്ടായിരുന്നു. And now he is openly sharing that with the Lord. തന്റെ ഹൃദയത്തിലെ ചിന്തകൾ അനന്യാസ് കർത്താവിനോട് അറിയിക്കുകയാണ്. And what is he saying? എന്താണ് അനന്യാസ് പറയുന്നത്? Lord, I have heard so many things about this man called Saul. കർത്താവേ, ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. And all that I have heard about him
is not something that encourages me but terrifies me. ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങള് എനിക്ക് നല്ല കാര്യങ്ങളല്ല, എന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. Now, as I already pointed out, chapter 9 verse 1 speaks about who Saul of Tarsus was. ഒന്നാം വാക്യത്തിൽ ആരാണ് ഈ ശൗല് എന്നുള്ളത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. He was breathing threats and murder against the disciples. ശിഷ്യന്മാരുടെ നേരെ കുലയും ഉപദ്രവവും നിശ്വസിച്ചുകൊണ്ട് പോയിരുന്ന ഒരു വ്യക്തി. In fact, Ananias is saying to the Lord, Lord, I know what he did in Jerusalem. അനന്യാസ് കർത്താവിനോട് പറയുകയാണ്, ഇവൻ യെരുശലേമിൽ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയാം. And now I know, Lord, why he has come to Damascus. ഇദ്ദേഹം ഇപ്പോൾ എന്തിനാണ് ദമസ്കോസിലേക്ക് കടന്നു വന്നെന്നുള്ളതും എനിക്കറിയാം. In a way, Ananias is openly sharing to the Lord, Lord, this is a difficult task. അനന്യാസ് കർത്താവിനോട് പറയുകയാണ്, തന്റെ ഹൃദയം, കർത്താവേ, ഇത് വളരെ പ്രയാസമുള്ള ഒരു ജോലിയാണ്. Lord, I am willing to listen to you. ഞാൻ നിന്നെ അനുസരിക്കാൻ ഒരുക്കമാണ് കർത്താവേ. But Lord, please don't give me such difficult task. ഇത്രയും പ്രയാസമുള്ള ഒരു ജോലി എന്നെ ഏൽപ്പിക്കല്ലേ കർത്താവേ. To go and meet with Saul of Tarsus. തർസോസുകാരനെ ശൗലിനെ പോയി കാണുവാൻ. It is like എന്നോ പറഞ്ഞ സിംഹത്തിന്റെ ഗബിയിൽ നമ്മൾ തന്നെ തല വെച്ചു കൊടുക്കുന്ന പരിപാടിയാ. Saul is already searching out for the disciples and then killing them, and now you want me to go and stand before him? ഇപ്പോൾ ശൗല് ഇങ്ങനെ ശിഷ്യന്മാരെ ഉപദ്രവിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് ഞാൻ കടന്നു പോകണമെന്നാണോ കർത്താവേ നീ പറയുന്നത്? It's very interesting. You know, in the Bible, many of the tasks that the Lord gave to his children, naturally speaking, they were difficult ones. പലപ്പോഴും നാം തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരുന്ന ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും വിഷമമുള്ള കാര്യങ്ങളായിരുന്നു. It was not something that they could do within their capability. അവരുടെ സ്വന്തം കഴിവിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കർത്താവ് പലപ്പോഴും അവരെ ഏൽപ്പിച്ചു. Many a time when the Lord shared what he had in his mind, not that everybody said hallelujah, praise the Lord, here I am, I'm going immediately. പലപ്പോഴും കർത്താവ് പറയുന്ന കാര്യം കേട്ടിട്ട് ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, ഞാൻ ഇതാ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ പ്രതികരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. Many a time the Lord's people said, Lord, do I have to do this? പലപ്പോഴും ആളുകളുടെ പ്രതികരണം കാണാനായിട്ട് സാധിക്കും, കർത്താവേ ഇത് ഞാൻ ചെയ്യണമോ? Think about Moses. മോശയെ കുറിച്ച് ചിന്തിക്കുക. About Moses we read in the book of Acts, he was mighty in deeds and words. വാക്കിലും പ്രവൃത്തിയിലും വളരെ വളരെ കഴിവുള്ളവനായിരുന്നു മോശ എന്നാണ് നമ്മൾ വായിക്കുന്നത്. But when the Lord called him from the burning bush, Moses said, Lord, here I am, but send somebody else. എന്നാൽ ആ കത്തുന്ന മുൾപ്പടർപ്പിന്റെ സമീപം വെച്ച് കർത്താവ് മോശയെ വിളിച്ചപ്പോൾ, ദൈവം വിളിച്ചപ്പോൾ അവൻ പറയാണ്, കർത്താവേ അടിയനിതാ, എന്നാൽ മറ്റാരെങ്കിലും അയക്കണമേ. Lord, I cannot go. കർത്താവേ എനിക്ക് പോകുവാനായിട്ട് സാധിക്കില്ല. And he had so many excuses, one after another, to tell the Lord. ഒന്നിനു പുറകെ ഒന്നായിട്ട് അനേക ഒഴികഴിവുകൾ, കാരണങ്ങൾ മോശ ദൈവത്തോട് അറിയിച്ചു. We all know that. നമുക്കൊക്കെ അതറിയാം. Moses said, Lord, I cannot even speak. മോശ പറഞ്ഞു, കർത്താവേ എനിക്ക് സംസാരിക്കാൻ കഴിവുള്ളവനല്ല. My own people will not believe in me. എന്റെ സ്വന്തം ആളുകൾ തന്നെ എന്നിൽ വിശ്വസിക്കില്ല. Now how do you expect me to go and stand before Pharaoh and convince him? എങ്ങനെയാണ് ഞാൻ ഫറവോന്റെ മുമ്പാകെ നിന്ന് അവനോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്? He tried everything within his capacity to convince the Lord, but I am not the person whom you want. തന്റെ സ്വന്തം കഴിവിലെ പരമാവധി ദൈവത്തോട് ഈ കാര്യത്തിന് വേണ്ടി യോജിച്ച വ്യക്തി ഞാനല്ല എന്ന് പറയുവാനായിട്ട് മോശ പരമാവധി ശ്രമിച്ചു. Think about Esther. എസ്തേറിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. As soon as Mordecai said those things to her, did she immediately say, yes, I will do whatever I can? മോർദെഖായിൽ നിന്ന് ആ കാര്യം കേട്ടപ്പോൾ ഇതാ ഒരുക്കമാണ്, ഞാൻ ചെയ്യാനായിട്ട് പോകുന്നു എന്ന് എസ്തേർ പ്രതികരിച്ചു? No, she was terrified. ഇല്ല, എസ്തേർ ഭയപ്പെട്ടു പോയി. In fact, she hesitated at the first time. ആദ്യം അവൾ അതിനുവേണ്ടി വളരെ എതിരായി നിന്നു. Think about Nehemiah. നെഹമ്യാവിനെ കുറിച്ച് ചിന്തിക്കുക. In 52 days he actually finished the work. 52 ദിവസം കൊണ്ട് മതിൽ പണി തീർത്തു. But before he started his journey from Susa palace to Jerusalem, he was terrified. എന്നാൽ ശൂഷൻ രാജധാനിയിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നെഹമ്യാവ് വളരെ ഭയപ്പെട്ടു. So brothers and sisters, it is absolutely normal for the Lord to tell us things where we feel, Lord, I cannot do this. അതുകൊണ്ട് നാം ചെയ്യാനായിട്ട് വളരെ നമ്മുടെ ചിന്തയിൽ വളരെ വൈഷമ്യമുള്ള കാര്യങ്ങളായിരിക്കാം ദൈവം പലപ്പോഴും നമ്മെ ഏൽപ്പിക്കുന്നത്. Can I ask you this evening,
Has the Lord spoken to you anything which you found it difficult? ഞാൻ ഇന്ന് വൈകുന്നേരം നിങ്ങളോട് ചോദിക്കട്ടെ, ചെയ്യുവാൻ പ്രയാസമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? Maybe in your family, ഒരുപക്ഷെ കുടുംബത്തിൽ, or in your local assembly, അല്ല നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയിൽ, or in the ministry at large. Has the Lord given you some task where you felt no, you cannot do it? അല്ലെങ്കിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തില് കർത്താവെ ഇതെനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് നാം ചിന്തിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? This evening I want to encourage you. You are not alone. ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നാം തനിയല്ല. Most of the people whom we see called by God, they felt the same way. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട, ദൈവം വിളിച്ച അനേക വ്യക്തികളും ആ രീതിയിൽ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്, പ്രതികരിച്ചിട്ടുള്ളത്. Let me just give you the illustration of one man. ഒരാളുടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. George Muller of Bristol. ബ്രിസ്റ്റളിൽ നിന്ന് വന്ന ജോർജ് മുള്ളർ എന്ന് പറയുന്ന ദൈവദാസൻ. Now he had a great desire to help the small children who are actually on the streets. ആ തെരുവിലുണ്ടായിരുന്ന ചെറിയ കുഞ്ഞുങ്ങളെ സഹായിക്കുവാനായിട്ടുള്ള വലിയ മനസ്സ് ജോർജ് മുള്ളർക്കുണ്ടായിരുന്നു. But this poor man did not have enough money to do anything. എന്നാൽ ഒന്നും ചെയ്യാനായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കഴിവ് തനിക്കുണ്ടായിരുന്നില്ല. In fact, history tells that he did not even have one full pound when the Lord gave him this burden. ഈ ഭാരം ദൈവം തന്റെ ഹൃദയത്തിൽ നൽകിയപ്പോൾ തന്റെ കയ്യിൽ ഒരു പൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. It was actually a step of faith. അത് വിശ്വാസത്തിന്റെ ഒരു ചുവടുവെപ്പായിരുന്നു. This evening I want to say, every time the Lord calls you to do something for him, it is going to be a step of faith. ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മളോട് ചെയ്യുവാനായിട്ട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാൽ അത് തീർച്ചയായും വിശ്വാസത്തിന്റെ ഒരു ചുവടുവെപ്പ് തന്നെയാണ്. He is giving us so many tasks like that, not because of our ability. നമ്മുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. It is always beyond our ability. മിക്കവാറും നമ്മുടെ കഴിവിന്റെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത്. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Because only then we will depend on him. എങ്കിൽ മാത്രമേ നാം ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുകയുള്ളൂ. Not only we will depend on him, we will also give him the glory. നാം ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് മാത്രമല്ല, നാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. Ananias was called by the Lord to go and meet with Saul of Tarsus. തർസോസുകാരനായ ശൗലിനെ പോയി കാണുവാനായിട്ട് അനന്യാസിനെ ദൈവം വിളിക്കുകയാണ്. Now I tell you one more thing from the scripture, the pattern we see. നാം തിരുവെഴുത്തിൽ കാണുന്ന മറ്റൊരു മാതൃക കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. The Lord will give us enough chance, enough opportunity to give him all the excuses that we have in the life. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാൽ അതിന് ഒഴിവൊഴിവായിട്ട് കാരണങ്ങൾ എത്ര തന്നെ പറയാനായിട്ടും കർത്താവ് നമുക്ക് അതിനുള്ള And he will also patiently listen to all our excuses. നമ്മുടെ എല്ലാ കാരണങ്ങളും വളരെ ക്ഷമയോടുകൂടെ ദൈവം കേൾക്കും. ചിലപ്പോൾ നമ്മൾ കാല് പിടിച്ച് ദൈവത്തോട് പറയും, ദൈവമേ എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി വിടാമോ? Lord, please leave me from this. പലപ്പോഴും നമ്മൾ കർത്താവിനോട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റുവാനായിട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും. You know what is so surprising and strange in the scripture is the Lord will listen to all our excuses and finally say, I am with you, I am sending you, and there ends the story. ഈ കാരണങ്ങളൊക്കെ കേട്ടിട്ട് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, കർത്താവിന്റെ പ്രതികരണം ഇതാണ്: ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോക എന്നുള്ള ആ ഒരു കാര്യത്തോട് കൂടെ അവിടെ I am not asking you to do anything where I am not there. ഞാൻ നിന്റെ കൂടെ ഇല്ലാതെ നീ തനിയെ ചെയ്യുവാനായിട്ടല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. Brothers and sisters, whatever the Lord has been speaking to you, remember he has done all the groundwork and then he is giving you the call. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇനി നീ അത് ചെയ്യുവാനായിട്ട്. Look at verse 15. 15ാം വാക്യം നോക്കുക. But the Lord said to him. എന്നാൽ കർത്താവ് അവനോട് എന്നാണ് 15ാം വാക്യത്തിൽ Ananias said all the excuses and fears he had. തന്റെ ഹൃദയത്തിലുള്ള എല്ലാ ഭയങ്ങളും അനന്യാസ് കർത്താവിനോട് അറിയിച്ചു. And the Lord listened to all that. കർത്താവ് അതെല്ലാം കേട്ടു. And he then replied this way to Ananias. അതിനുശേഷം കർത്താവ് അനന്യാസിനോട് മറുപടി കൊടുക്കുകയാണ്. Go, for he is a chosen vessel of mine
to bear my name before Gentiles, kings and the children of Israel. For I will show him how many things he must suffer for my name's sake. നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. You know what? God has sense of humor. ദൈവം പലപ്പോഴും തമാശ രൂപേണ പല കാര്യങ്ങളും പറയുന്നത്. He waited patiently for Ananias to say everything he wanted. അനന്യാസിന്റെ എന്തൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നു അതെല്ലാം കർത്താവ് കേട്ടു. And then again told him, you go. പിന്നെ അതിനുശേഷം കർത്താവിനോട് പറയാണ്, നീ പോക, You go. നീ പോക, The rest is my work. ബാക്കി ഞാനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. I am only asking you to go. നീ എന്നോട് പോകുവാൻ മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. The rest I will do. ബാക്കി ഞാൻ ചെയ്തോളാം. Isn't that interesting? ഇത് വളരെ രസകരമായി നമുക്ക് തോന്നുന്നുണ്ടോ? Now, you know what? Interestingly, here, Ananias knew about Saul's past and he also knew about Saul's present. The Lord is now telling Ananias, you only know his past and present, but I know his future. അനന്യാസിന് ശൗലിന്റെ ആ പഴയ കാലം അറിയാമായിരുന്നു, ഇപ്പോഴത്തെ വർത്തമാന കാലവും അറിയാമായിരുന്നു. എന്നാൽ കർത്താവ് അവനോട് പറയാണ്, നിനക്കിത് മാത്രമേ അറിയുള്ളൂ. എന്നാൽ അനന്യാസെ, എനിക്ക് ശൗലിന്റെ ഭാവി കാലം കൂടെ അറിയാം. നമ്മൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം ദൈവത്തിന് ഇതൊന്നും അറിയത്തില്ല, നമ്മുടെ വിഷമങ്ങൾ അറിയത്തില്ല. We think no, God doesn't know anything about us, anything about our struggle, anything about our shortcoming, anything about our constraints. And then we tell the Lord, Lord, this is why, Lord, this is why, Lord, that is why, Lord. And the Lord says, Ray, I know everything. I not only know about your past and future, present, but also your future. പലപ്പോഴും നമ്മൾ കർത്താവിനോട് പല കാര്യങ്ങളും പറയും, കർത്താവേ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ഭയങ്ങൾ. എന്നാൽ കർത്താവ് പറയാണ്, ഇതൊക്കെ എനിക്കറിയാം, നിന്റെ പഴയകാലം എനിക്കറിയാം, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും എനിക്കറിയാം, മാത്രമല്ല നിന്റെ ഭാവിയും എനിക്കറിയാം. Dear brothers and sisters, what are some of the excuses that we have when the Lord calls us to do something for him? കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ നാം പറയുന്ന കാരണങ്ങൾ, ഒഴിവുകഴിവുകൾ എന്തൊക്കെയാണ്? Now sometimes, let me also very politely, in a very cautious manner, let me also remind you, sometimes you cannot run away from God. വളരെ താഴ്മയോടുകൂടി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ചിലപ്പോഴെങ്കിലും കർത്താവിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. You remember Jonah? യോനയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. Yes. ഓർമ്മയുണ്ടോ? You know what? Very interestingly, if you read through the book of Jonah, the first time the Lord called him with very specific, clear call, go to the city of Nineveh. വളരെ വ്യക്തമായിട്ടാണ് ദൈവം യോനയെ വിളിച്ചത്, നിനവേയിലേക്ക് പോകുവാനായിട്ട്. And sometimes I wondered, after Jonah disobeyed God, couldn't God selected some other prophet and send him to the city of Nineveh? ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ യോന അനുസരണക്കേട് കാണിച്ചപ്പോൾ വേറെ ആരെങ്കിലും ദൈവത്തിന് വിളിച്ചിട്ട് നിനവേയിലേക്ക് അയക്കാമായിരുന്നില്ലേ? Why was he so bent on sending Jonah to Nineveh? എന്തുകൊണ്ടാണ് ദൈവം പിന്നെയും യോനയെ തന്നെ അയക്കുവാനായിട്ട് ചിന്തിച്ചത്? And Jonah, in fact, he said, you remember, when he was finally caught in the ship, when the Lord fell on his name, when everybody rounded him and started asking questions. ആ കപ്പലില് യോനയുടെ പേർക്ക് ചീട്ട് വീണപ്പോൾ എല്ലാവരും അവനെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ യോനയുടെ പ്രതികരണം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. And eventually Jonah said, Lord എന്ന് പറഞ്ഞാൽ I'm just saying, he would have said in his heart, I don't want to obey you. Simple. Lord, you do whatever you want. I don't want to obey you. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, യോന തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു കാണും, ദൈവമേ, നിനക്ക് എന്താ വേണ്ടെങ്കിൽ നീ ചെയ്തോളൂ, ഞാൻ നിന്നെ അനുസരിക്കാനായിട്ട് ഒരുക്കമല്ല. When Jonah said to the sailors, you throw me into the sea, do you think that Jonah was waiting for a miraculous fish to take him safely? യോന ആ കപ്പൽക്കാരോട് എന്നെ എടുത്ത് കടലിലേക്ക് ഇട്ടുകൊള്ളാൻ പറഞ്ഞപ്പോൾ യോന എങ്ങനെ ചിന്തിച്ചു കാണോ, ദൈവം ഒരു മത്സ്യത്തെ അയച്ച് എന്നെ വിടുവിക്കും എന്ന് യോന ചിന്തിച്ചു കാണോ? No, his logic was very simple.
അവന്റെ ചിന്ത വളരെ ലളിതമായിരുന്നു. I don't want to go to the city of Nineveh. എനിക്ക് നിനവിലേക്ക് പോകാനായിട്ട് ആവശ്യമില്ല. It is better to die for me here in the sea. എനിക്ക് ഈ കടലിൽ മുങ്ങി ചത്താൽ മതി. What did the Lord do? എന്താ ദൈവം ചെയ്തത്? Hello, you all know that. He preserved Jonah in the belly of the fish. ദൈവം യോനയെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ സൂക്ഷിച്ചു. And it was not an easy thing. അത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. Jonah really came to see death face to face. മരണത്തെ മുഖാമുഖമായി യോന കണ്ടു. And the Lord delivered him. ദൈവം അവനെ വിടുവിച്ചു. You know what? Again, chapter 3, verse 1, the word of the Lord came to Jonah again, the second time. മൂന്നാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തിന്റെ വചനം രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ. കുറച്ച് വചനം ഇപ്പൊ മാറ്റി ദൈവം കൊടുത്തോ? ഹലോ, കുറച്ച് ദൈവം എന്തെങ്കിലും ഒഴിവുകേടുകൾ കൊടുത്തോ? ലിറ്റിൽ ബിറ്റ് ഓഫ് നോ സബ്സിഡി അലവൻസ് ഫോർ ജോണ ദിസ് ടൈം. ഈ രണ്ടാം പ്രാവശ്യം ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ അവന് കുറച്ചു കൊടുത്തോ? ആദ്യം പറഞ്ഞതിൽ നിന്നും നോ ചേഞ്ച് അറ്റ് ഓൾ. ഒരു മാറ്റവും ഉണ്ടായില്ല. ഗോ ടു ദ സിറ്റി ഓഫ് നിനവേ. നിനവേലേക്ക് പോകാം. ഞാൻ ചിന്തിക്കുമായിരുന്നു, എൻ്റെ മോനെ ആദ്യം കേട്ടിരുന്നെങ്കിൽ, ആദ്യത്തെ പ്രാവശ്യം when the first time the Lord called you, Jonah, I know it was a difficult task, but if you had obeyed, you would have saved a lot of your struggle, all the stress, all the difficulties and loss that you experienced. You could have avoided that. യോന ആദ്യത്തെ പ്രാവശ്യം തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിച്ചിരുന്നുവെങ്കിൽ താൻ കടന്നുപോയ ഈ വലിയ പ്രതിസന്ധികളൊക്കെയും ഒഴിവാക്കാമായിരുന്നു. And here in verse 17, 17-ാം വാക്യത്തില് Ananias was a man who had wisdom. അനന്യാസ് വളരെയധികം ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. After the Lord had clearly mentioned what he had in his mind and he assured him that I am going to be with you, you just go, he decided to go. അനന്യാസ് കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനന്യാസ് കർത്താവിൽ ആശ്രയിച്ച് ആ ശുശ്രൂഷയ്ക്കായിട്ട് പോയി. And from verse 17 onwards, when we read through the passage, 17 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ he goes there, അനന്യാസ് അവിടെ ചെന്നു, enters the house, ആ വീട്ടിൽ ചെന്നു, meets brother Saul, സഹോദര ശൗലിനെ കണ്ടു, and then laid all his hands on him, തന്റെ കൈ അവന്റെ മേൽ വെച്ച് പ്രാർത്ഥിച്ചു, prayed for him, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. and he also was baptized. Saul was baptized. ശൗല് സ്നാനമേറ്റു. That's all Ananias did. അത് മാത്രമേ അനന്യാസ് ചെയ്തുള്ളൂ. Nothing else. വേറെ ഒന്നും ചെയ്തിട്ടില്ല. He only did what the Lord asked him to do. കർത്താവ് തന്നോട് എന്ത് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടോ അത് മാത്രമേ അനന്യാസ് ചെയ്തു. And we don't read about Ananias after this. ഇതിനുശേഷം അനന്യാസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. But you know, the man who was prayed, the man who was baptized by Ananias, his story holds the entire New Testament after chapter 9. എന്നാൽ അനന്യാസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലെങ്കിലും അനന്യാസിനാൽ സ്നാനമേറ്റ ആ വ്യക്തിയുടെ ചരിത്രവും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുമാണ് തിരുവെഴുത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. Ananias was used by God for a very simple specific task. ഒരു വളരെ ലളിതമായ ഒരു ദൗത്യമാണ് അനന്യാസിനെ കർത്താവ് ഏൽപ്പിച്ചത്. Once the Lord clearly assured him, I am going to be with you, I have done all the groundwork, you just go and the rest will be done. Ananias did that. Praise to God. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിനക്ക് ചെയ്യുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളും ഞാൻ ചെയ്തിരിക്കുന്നു, നീ പോയി ചെയ്യുക എന്ന് പറഞ്ഞ അനന്യാസ് അതിനനുസരിച്ച് മുന്നോട്ട്. I want to conclude here by sharing with you the life of David Livingstone. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. He was a Scottish man. ഒരു സ്കോട്ട്ലൻഡുകാരനായ വ്യക്തിയായിരുന്നു. He was a medical doctor. മെഡിക്കൽ ഡോക്ടറായിരുന്നു. Comes from a very poor family. വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. But his father was someone who loved missions, and therefore he raised all his children with that missionary spirit. അദ്ദേഹത്തിന്റെ പിതാവിന് ഒരു മിഷണറി ഹൃദയം ഉണ്ടായിരുന്നുകൊണ്ട് മക്കളെയെല്ലാം ആ ചിന്തയിലാണ് വളർത്തുവാനായിട്ട് ഇടയായത്. So when David Livingstone grew up and became a
doctor, he decided he would go to Africa as missionary. അതുകൊണ്ട് ഡേവിഡ് ലിവിങ്സ്റ്റൺ വലുതായി ഡോക്ടറായി തീർന്നപ്പോൾ ആഫ്രിക്കയിലേക്ക് മിഷണറിയെ കടന്നു പോകുവാനായിട്ട് തീരുമാനിച്ചു. During that time, Africa was considered as the most difficult part of the world. ലോകത്തിലെ ഏറ്റവും വൈഷമ്യകരമായ സ്ഥലമായിട്ടാണ് ആഫ്രിക്ക ആ കാലഘട്ടത്തിൽ Uncivilized place. യാതൊരു അപരിഷ്കൃതരായ ആളുകളുള്ള A continent full of barbarians. വളരെ അപരിഷ്കൃതരായ ആളുകളുള്ള സ്ഥലം. But the Lord called him to that place. ദൈവം ഡേവിഡ് ലിവിങ്സ്റ്റൺ അങ്ങോട്ടാണ് അയച്ചത്. First 16 years, nobody knew whether he was alive or dead. ആദ്യത്തെ 16 വർഷങ്ങള് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരവുമില്ല, ജീവനോടെ ഉണ്ടോ ഇല്ലയോ അറിഞ്ഞുകൂടാ. There weren't much communication like what we have today. ഇങ്ങനെ ഇന്നുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ. So after 16 years, David Livingstone once visited Scotland. 16 വർഷങ്ങൾക്ക് ശേഷം ഡേവിഡ് ലിവിങ്സ്റ്റൺ സ്കോട്ട്ലൻഡിലേക്ക് കടന്നുപോയി. People had only heard about him, they have not seen him. അന്നുള്ള ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, അവരാരും കണ്ടിട്ടില്ല. In Glasgow University, in the midst of hundreds of people, David Livingstone walked up to the pulpit. ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിലെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന ആ സദസ്സില് ഡേവിഡ് ലിവിങ്സ്റ്റൺ മുൻപോട്ട് കടന്നു വന്നു. First time some of them are seeing this man. ആദ്യമായിട്ടാണ് പലരും ആ ഡേവിഡ് ലിവിങ്സ്റ്റനെ കാണുന്നത്. And some of them even wondered whether he is originally from Scotland or he is in fact from Africa. പലരും ചിന്തിച്ചു ഇദ്ദേഹം ശരിക്കും സ്കോട്ട്ലൻഡുകാരൻ തന്നെയാണോ അതോ ആഫ്രിക്കക്കാരനായ വ്യക്തിയാണോ എന്ന്. All his skin color had changed. തന്റെ ത്വക്ക് കളറൊക്കെ മാറി. And by then he could not lift his hand because his shoulder was broken. തന്റെ തോളെല്ല് പൊട്ടിയിട്ടുള്ളതുകൊണ്ട് കൈ ഉയർത്തുവാനായിട്ട് സാധിക്കാത്ത ബലഹീന അവസ്ഥയിൽ. He had lost his eyesight in one of his eyes. തന്റെ കണ്ണിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. Because of continuous malarial fevers, he had lost the ability to hear in one of his ears. തുടർച്ചയായിട്ട് മലേറിയ ബാധിച്ചുകൊണ്ട് കേൾവി ശക്തി നഷ്ടപ്പെട്ടു. As he walked onto the pulpit, he himself said, I was just a ruckle of bones. പുൾപിറ്റിലേക്ക് കടന്നു വന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, ഞാൻ വെറും ഒരു എല്ലും കൂട്ടം മാത്രമായിരുന്നു. And 16 years of his life in Africa he narrated to the audience. 16 വർഷം ആഫ്രിക്കയിൽ താൻ കടന്നു അനുഭവിച്ച കാര്യങ്ങൾ ആ സദസ്സിനോട് താൻ വിവരിച്ചു. Pin drop silence. വളരെ മൗനമാണ് അവിടെ ഉണ്ടായിരുന്നത്. Many of them are really surprised how this man survived in Africa. പലരും വളരെ അത്ഭുതപ്പെട്ടു എങ്ങനെ ഈ വ്യക്തി ആഫ്രിക്കയിലെ തന്റെ ജീവിതം കഴിച്ചു. Towards the end of his preaching, ആ സന്ദേശത്തിന്റെ ഒടുവിൽ ആയപ്പോൾ David Livingstone looked at the crowd and he said, ആ സദസ്സിനെ നോക്കിക്കൊണ്ട് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇങ്ങനെ പറഞ്ഞു, some of you would be wondering how I survived the African jungles. ഞാൻ എങ്ങനെ ആഫ്രിക്കയിലെ കാടുകളിൽ എങ്ങനെ എൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും അത്ഭുതപ്പെടുന്നുണ്ടാവും. Then he took his Bible തന്റെ ബൈബിൾ ഇങ്ങനെ കൈരങ്ങളിൽ പിടിച്ചു and made them open the Bible to Matthew chapter 28 verse 19 and 20. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. And he said, 16 years ago when I left the shores of Scotland, one gentleman of great honor promised me that he will be with me till the end of the age, and he has sustained me. 16 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഈ വാക്യം എടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വാക്ക് പറഞ്ഞവൻ ഇതുവരെയും എന്നെ നടത്തി എന്ന് അദ്ദേഹം സാക്ഷിച്ചു. Dear sisters, brothers, I want to encourage you. This is the promise that God is giving to everyone who is willing to take up the mantle that God wants to give you. ദൈവം നമുക്ക് നൽകുവാനായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനായിട്ടുള്ള ആളുകളോട് ഇന്നും കർത്താവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. I am with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. I am sending you. ഞാൻ നിന്നെ അയക്കുന്നു. I am giving you the task. ഞാൻ നിന്നെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നു. I will strengthen you. ഞാൻ നിന്നെ ശക്തീകരിക്കും. I will never leave you nor forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. May the Lord bless these words to our hearts. ദൈവം ഈ വചനങ്ങളെ നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. May his name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.